ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് മദർസുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ മുസിനാൻ്റെ മക്കളൊക്കെ മദർസ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവരെ ആപ്പാൻ്റെ മോനാണ് മദർസ് കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മെഷീനിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളപ്പവും അതുപോലെ തന്നെ പത്തിരിയുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കറിയായിട്ട് നമുക്ക് ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ പിള്ളേർക്ക് സ്കൂൾക്ക് ചോറ് കൊടുത്തയക്കാനുണ്ട്. അപ്പം മൂസിൻ്റെ ഇവിടെ അവർക്ക് ഉരുളങ്കിഴങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉരുളങ്കിഴങ്ങ് അരിയാണ് കേട്ടോ. അപ്പോൾ അനിമോനിക്കുള്ള ഫുഡ് നിബുവിൻ്റെ കയ്യിൽ കൊടുത്തയക്കലാണ് കേട്ടോ ചെയ്യൽ. അനിമോൻ ഇനി നേരെ മദർസിൽ പോയിട്ട് അവിടുന്ന് അവൻ്റെ വീട്ടിൽ പോയിട്ട് സ്കൂൾക്ക് വരികയാണ് ചെയ്യൽ. അപ്പോൾ ഇവിടുന്ന് നിബു പോകുമ്പോൾ നിബുവിൻ്റെ കയ്യിൽ അവനക്കുള്ള ഫുഡ് കൊടുത്തേക്കൂട്ടെ. രണ്ടാളും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ ഫിനുമോൾക്കുള്ളത് അവിടുന്ന് അവളെ അമ്മമ്മ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. അങ്ങനെ നമ്മളെ റിനാസാണ് ഇനി പോവാനുള്ളത്. റിനാസ് ഫുഡ് കഴിക്കുന്നുണ്ട്. അവന് പത്തിരിയും ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ബാഫക്കീലാണ് പഠിക്കുന്നത്. ഇവിടുന്ന് തിരൂർ പോവും. തിരൂരിൽ നിന്ന് അവനക്ക് സ്കൂൾ ബസ് ഉണ്ട്, അതിൽ കയറിയിട്ട് പോവുകയാണ് ചെയ്യൽ കേട്ടോ. അങ്ങനെ പിന്നെ പിള്ളേർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. വെള്ളപ്പം പത്തിരും ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഗ്രേവിയാണ് ഉള്ളതെന്ന്. അപ്പം ഞാൻ പത്തിരും ചിക്കൻ ഗ്രേവിയാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് വെള്ളപ്പം വല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പത്തിരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം സുമി മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി വീടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കൽ എൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഉമ്മയും മോസിനും കൂടി കിച്ചണിലുണ്ട് കേട്ടോ. അപ്പോൾ അവർ മീൻ പൊരിക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരി ഉണ്ടാക്കൽ, കറി ഉണ്ടാക്കൽ പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മീൻകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ തലേ ദിവസം ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ മീൻ ഇന്നലെ വാങ്ങിച്ച മീനാണ്. അപ്പോൾ നാളേക്കൊക്കെയുള്ള മീൻ ഇന്ന് തന്നെ വാങ്ങിക്കലാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് മീൻ നമ്മൾ ചെമ്മീനും അയിലക്കുട്ടിയാണ് കേട്ടോ. ചെമ്മീൻ എല്ലാവർക്കും പറ്റൂല, ചിലവർക്ക് വയറുവേദന ഒക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കൂട്ടരൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് അയിലും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മ മീൻ മുറിക്കുകയാണ് കേട്ടോ. മീൻ മുറിക്കുന്നതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഇതാ അവർ രണ്ടാളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മിനി വാട്ടർ ഫിൽറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് നമ്മളെ ബാസിൽ വരുമ്പോൾ കൊണ്ടുവന്ന് തരുന്നിട്ടാ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. എനിക്കിഷ്ടമായിട്ടത് സംഭവം. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നുള്ളൂ. അങ്ങനെ പിന്നെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ ബാസിൽ ഇന്നലെ കൊണ്ടുവന്ന മിഠായികളൊക്കെ ഓരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അയൽവാസിക്കുള്ളതൊക്കെ ഒന്ന് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ ഇത് ബാസിൽ ഇവിടെ ഉണ്ട്. ഇന്നലെ അവനെടുത്ത ഫോട്ടോസൊക്കെ ഒന്ന് മക കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ ബാസിലും അവൻ്റെ ഫ്രണ്ട്സും കൂടി പോയിട്ട് അവനക്ക് കുറച്ച് പാൻറ്റും ഷർട്ടും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ എല്ലാവരും കണ്ടിക്കണം. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, നേരത്തെ ഉറങ്ങിയ കാരണം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് കാണുകയാണ് കേട്ടോ.
അങ്ങനെ ഇത് നമ്മളെ സുമിൻ്റെ സ്പെഷ്യൽ നാരങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ഇരുന്നിട്ട് ആവണം കേട്ടോ. നമുക്ക് മാങ്ങച്ചാറ് പോലെ ഇട്ട പാടന്നെ കൂട്ടാൻ പറ്റില്ല, കുറച്ച് നേരം ഇരുന്നിട്ട് കൂട്ടുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അമ്മ വൈകുന്നേരത്തിനുള്ള കടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാഗിപ്പൂവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽക്ക് ഉള്ളിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കുന്നത് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതാ സ്കൂളിലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അനിമോനും നിബുവാണ് കേട്ടോ വരുന്നത്. ഇനി റിനാസ് വരാനാവുന്നുള്ളൂ കേട്ടോ, കുറച്ചും കൂടി ടൈം എടുക്കാം വരാൻ. പിന്നെ ഫിനിമോളെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും അവളൊപ്പം കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.